നിലവിൽ ഒരു ഇൻകം ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് അയാളുടെ ജോലിയിൽ നിന്നും അല്ലെങ്കിൽ ആ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് അയാൾക്ക് മാറിയാലും അയാളുടെ ലൈഫിനെ സബ്സ്റ്റാൻഡ് ചെയ്ത് പോകുന്ന ഒരു ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രൊജക്റ്റുകളാണ് നമ്മൾ കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ക്ലയൻസിൻ്റെ അടുത്ത് പറയുന്നത്, നിങ്ങൾക്കൊരു സെക്കൻഡ് ഇൻകം നല്ല രീതിയിൽ ഗ്യാരണ്ടീഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ത്രൂ അവർ സർവീസസ്. നല്ല വെയർ ഹൗസസ് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെയർ ഹൗസസിന് വേണ്ടിയിട്ട് കുറേയേറെ റിക്വയർമെൻറ്റ്സ് ഇപ്പം ഉണ്ട്, ഓൺഗോയിങ് ആണ്. പ്രോപ്പർട്ടിന്മേൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു എക്സോർബിറ്റൻറ്റ് പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല. പക്ഷേ ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു തലമുറകളോളം കൈമാറാൻ പറ്റുന്ന ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊജക്റ്റുകളായിരിക്കും എപ്പോഴും നമ്മൾ പ്രൊപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള ഒരു 7 ഇയേഴ്സിനുള്ളിൽ ഈ കംപ്ലീറ്റ് റിട്ടേണും തിരിച്ചെടുക്കുകയും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത പ്രോപ്പർട്ടിക്ക് നല്ലൊരു അപ്രീസിയേഷൻ ഉണ്ടാകുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകളായിരിക്കും തീർച്ചയായും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുക. സാധാരണ നാട്ടിൻ പുറങ്ങളിൽ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്ത ഒരു മോൾ കൺസെപ്റ്റിൽ പോയി കഴിഞ്ഞാൽ ബിസിനസ് നടക്കില്ല. കാരണം അവർക്ക് കുറച്ചൊക്കെ വിസിബിലിറ്റി വേണം. അകത്ത് എന്താണെന്നുള്ളത് പുറത്ത് കണ്ടാലേ ആൾക്കാർക്ക് അങ്ങോട്ട് കയറാൻ തോന്നുള്ളൂ. ഞങ്ങൾ ഓപ്പണാണ്, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. പ്രോജക്റ്റിൻ്റെ ബിഗിനിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ പ്രോജക്റ്റ് ഓൺഗോയിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങിക്കുന്നതിന് മുമ്പ് ഒക്കെ ബിൽടെക്കിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നല്ലൊരു ഗൈഡൻസ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ലാൻഡുണ്ട്, ഞങ്ങൾ 10 വർഷം മുമ്പ് ഇത്ര രൂപ കൊടുത്ത് വാങ്ങിച്ച ലാൻഡാണ്. ഇന്ന് ഞങ്ങൾക്കിപ്പോൾ അത് തിരിച്ചൊരു റിട്ടേൺ ഒന്നും കിട്ടാത്ത ഒരു ഐഡലായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളത് ഇനി എന്ത് ചെയ്യും, അതിനെ ഡിസ്പോസ് ചെയ്യാൻ നോക്കിയാലും നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ക്വയറീസാണ് നമുക്ക് വരുന്നത്. ജോയിൻറ്റ് വെഞ്ചർ പ്രോപ്പർട്ടികൾ ഓൾവേസ് വെൽക്കമിങ് ആണ്. നമുക്ക് ജോയിൻറ്റ് വെഞ്ചർ പ്രോപ്പർട്ടിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് 2 ഇയേഴ്സ് അല്ലെങ്കിൽ മാക്സിമം 3 ഇയേഴ്സ് കൊണ്ട് കൺസ്ട്രക്ഷൻ ചെയ്ത് പ്രോജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്ത് നമുക്ക് എക്സിറ്റ് ആവാൻ പറ്റും. സോ ദ പ്രോഫിറ്റബിലിറ്റി എത്ര ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആ പ്രോജക്റ്റിനായിരുന്നു 2024 ഏറ്റവും ബെസ്റ്റ് ആർക്കിടെക്ചറൽ ഹോസ്പിറ്റാലിറ്റി അവാർഡ് കിട്ടി. ഹോട്ടലിനെ സംബന്ധിച്ചോളം ലാസ്റ്റ് 2025 സാത്ത സൗത്ത് ഏഷ്യൻ ട്രാവൽ അവാർഡ് അവർക്ക് കിട്ടി. ദാറ്റ് ഈസ് വിച്ച് മീൻസ് ഒരു കുറേയേറെ കൺട്രികൾ 14ഓളം കൺട്രികളിൽ റെക്കഗ്നൈസ് ചെയ്യുന്നൊരു പ്രോപ്പർട്ടിയായിട്ട് ഞങ്ങൾക്ക് അതിനെ മാറ്റാൻ പറ്റി.